So welcome back to our channel. So നമ്മൾ നോക്കാൻ പോകുന്നത് K2 S6 CSEയുടെ ഇമ്പോർട്ടൻറ്റ് കോർ പേപ്പറായ കമ്പൈലർ ഡിസൈൻ്റെ മൊഡ്യൂൾ 2 ആണ്. സോ ഈ വീഡിയോയിൽ മൊഡ്യൂൾ 2ലെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡീൽ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ഗ്രാമർ വിച്ച് ജനറേറ്റ്സ് ആൻ അരിത്മെറ്റിക് എക്സ്പ്രഷൻ E tends to E plus T bar T, T gives T star F or F gives EID. സോ ഈ ഒരു 3 എക്സ്പ്രഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. എലിമിനേറ്റിംഗ് ദ ഇമീഡിയറ്റ് ലെഫ്റ്റ് റിക്കേർഷൻ ടു ദ പ്രൊഡക്ഷൻസ് ഓഫ് ഇ ആൻഡ് ടി. നമുക്കപ്പോൾ ഇവിടെ ലെഫ്റ്റ് റിക്കേർഷൻ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്തെഴുതണം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. സോ ഈ ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ലെഫ്റ്റ് റിക്കേർഷൻ എന്ന് പറഞ്ഞുതരാം. അതായത് ലെഫ്റ്റ് റിക്കേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ ഗ്രാമർ ഈസ് സെറ്റ് ടു ബി എ ലെഫ്റ്റ് റിക്കേഴ്സീവ് if it has a non-terminal a such that there is a derivation of a tends to a alpha. എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഞാനീ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു എ ഗീവ്സ് എ ആൽഫ എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷനാണ് നമുക്കുള്ളത്. ഇങ്ങനെയാണോ ഒരു ഡെറിവേഷനാണോ ഉള്ളെങ്കിൽ ഈ എ ആണ് ലെഫ്റ്റ് റിക്കേർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മുടെ ഫസ്റ്റായിട്ട് വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ എന്ന് പറയും. മനസ്സിലാകാം. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ലെഫ്റ്റ് റിക്കേഴ്സ്, അതായത് ഇപ്പം ഇങ്ങനെ ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. ബി ടെൻസ് ടു ബി ആൽഫയോ അല്ലെങ്കിൽ ഇ ടെൻസ് ടു ഇ സ്റ്റാർ എ. സെയിം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഇ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ തന്നെയാണ് ഈ ലെഫ്റ്റ് സൈഡിലും വരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഇതിനെയാണ് ലെഫ്റ്റ് റിക്കേർഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അതായത് ഒരു നോൺ ടെർമിനൽ ആയിരിക്കും വരുന്നത്, അല്ലേ? സെയിം പ്രൊഡക്ഷൻ്റെ ആ ഒരു നോൺ ടെർമിനൽ തന്നെയായിട്ട് വരികയാണെങ്കിൽ അത് ലെഫ്റ്റ് റിക്കേഴ്സീവ് ആയിരിക്കും. ഓക്കെ, സോ ഇത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ എലിമിനേറ്റ് ചെയ്യണം. ഈ ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് എ ഗീവ്സ് ബീറ്റ എ ഡാഷ്. രണ്ട് റൂളാണ്. എ ഗീവ്സ് ബീറ്റ എ ഡാഷ് എന്നും എ ഡാഷ് ഗീവ്സ് ആൽഫ എ ഡാഷ് എപ്സിലോൺ. ഇത് രണ്ടും പഠിച്ചു വയ്ക്കേണ്ട രണ്ട് റൂളാണ്. ഓക്കെ, ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യാനുള്ള റൂളാണ് എ ഗീവ്സ് ബീറ്റ എ ഡാഷ് ഗീവ്സ് ആൽഫ എ ഡാഷ് ബാർ എപ്സിലോൺ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്? പ്രോബ്ലം ചെയ്യുന്നത് കുറച്ചും കൂടി മനസ്സിലാവും. ലെഫ്റ്റ് റിക്കേർഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു പ്രൊഡക്ഷൻ എഴുതുമ്പോൾ ആ പ്രൊഡക്ഷനിൽ നോൺ ടെർമിനൽ ആണ് ആ പ്രൊഡക്ഷൻ്റെ ഇതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു ലെഫ്റ്റ് റിക്കേഴ്സീവ് ഗ്രാമർ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസിഡർ ദ ഫോളോയിങ് ഗ്രാമർ വിച്ച് ജനറേറ്റ്സ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. നമുക്കിവിടെ 3 എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇത് 3 എക്സ്പ്രഷനും ലെഫ്റ്റ് റിക്കേഴ്സീവ് ആണോ നോക്കുക. നോക്കിയാൽ ഫസ്റ്റ് എക്സ്പ്രഷൻ ഇയുടെ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ഇ തന്നെയാണ്, ഒരു നോൺ ടെർമിനൽ വന്നിട്ടുണ്ട്. സോ ഇത് ലെഫ്റ്റ് റിക്കേഴ്സീവ് ആണ്. അടുത്ത് ഇതേപോലെ നെക്സ്റ്റ് പ്രൊഡക്ഷനും ഉണ്ട്, ടി സെയിം ആയിട്ട് നോൺ ടെർമിനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എന്താണ്? ലെഫ്റ്റ് റിക്കേഴ്സീവ് ആണ്. ലാസ്റ്റ് എക്സ്പ്രഷൻ നോക്കിയിട്ട് എഫിൻ്റെ പ്രൊഡക്ഷനിൽ ആദ്യം വന്നിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് പാരാന്തസിസ് ആണല്ലേ. പാരാന്തസിസ് എന്താണ്? ഒരു ടെർമിനൽ ആണല്ലേ, നോൺ ടെർമിനൽ അല്ലല്ലോ. അതുകൊണ്ട് അതെന്തല്ല, ഇത് ലെഫ്റ്റ് റിക്കേഴ്സീവ്. ഇത് മാറ്റേണ്ട. ഈ 2 എക്സ്പ്രഷൻ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ നേരത്തെ ഞാൻ 2 റൂള് പറഞ്ഞു, ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ റൂൾ എന്തുവായിരുന്നു പറഞ്ഞാൽ, ഈ റൂൾ കാണാൻ പഠിക്കണം. ലെഫ്റ്റ് റിക്കേഴ്സീവ് എലിമിനേറ്റ് ചെയ്യാനുള്ള റൂളാണ് എ ഗീവ്സ് ബീറ്റ എ ഡാഷ് ഗീവ്സ് ആൽഫ എ ഡാഷ് ബാർ എപ്സിലോൺ. ഈ 2 റൂള് നോക്കി വയ്ക്കുക. ഈ റൂളിലോട്ടായിരിക്കും നമ്മളിത് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതാണ്. ആദ്യത്തെ പ്രൊഡക്ഷനാണ് നമ്മൾ ആദ്യം മാറ്റുക. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്ഷൻ ഞാൻ എഴുതി ഇ ഗീവ്സ് ഇ പ്ലസ് ടി. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഈ പ്ലസ് ടി ഉണ്ടല്ലോ, ഈ പ്ലസ് ടി ആണ് ആൽഫ. ഓക്കെ, ഈ ബ്രാക്കറ്റിന് ഇപ്പുറത്തുള്ളത് ബീറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ആൽഫ എന്താണ്, ബീറ്റ എന്താണെന്ന് എഴുതല്ല. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഈക്വൽ ടു പ്ലസ് ടി, ബീറ്റ ഈക്വൽ ടു ടി. ഓക്കെ, ഇവിടുത്തെ ഈ എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ഈക്വൽ ടു ഇ. ഇത്രയും മനസ്സിലായി. അതായത് ഈ ഒരു രീതിയിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഫോർമാറ്റിലോട്ട് ഇത് മാറ്റുക. നമ്മൾ ഫോർമാറ്റ് എ ഗീവ്സ് ബീറ്റ എ ഡാഷ് ആണല്ലേ. എ ഗീവ്സ് ബീറ്റ എ ഡാഷ്. ഇതിലിവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഗീവ്സ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഇ ഡാഷ്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇ ഡാഷ് ആണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇങ്ങനെ എഴുതി. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെയുള്ള ഇനി ഇ ഡാഷിൻ്റെ എഴുതണം അല്ലേ. നെക്സ്റ്റ് അതായത് നമ്മൾ നെക്സ്റ്റ് ഇതൊരു ഫസ്റ്റ് സാധനം. നെക്സ്റ്റ് നമ്മുടെ ഫോമിൽ എന്തുവാ? എ ഡാഷ് ഗീവ്സ്
ആൽഫ എ ഡാഷ് എപ്സിലോൺ. ഇതിനെ നമ്മൾ ഇതിൻ്റെ മാറ്റി എഴുതുമ്പോൾ ഇ ഡാഷ് ഗീവ്സ്, എ ഡാഷ് എന്ന് പറയുമ്പോൾ ഇ ഡാഷ് ഗീവ്സ്, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലസ് ടി, പ്ലസ് ടി എ ഡാഷിന് വരെ ഇ ഡാഷ് ബാർ എപ്സിലോൺ. ഈ രണ്ട് പ്രൊഡക്ഷനാണ് നമ്മുടെ പ്രൊഡക്ഷൻസ്, മാറ്റി എഴുതിയ പ്രൊഡക്ഷൻസ്. ഇതൊന്ന് ഒരുമിച്ച് എഴുതിക്കുക, എങ്ങനെ വരും? ഞാൻ ഇങ്ങോട്ട് എഴുതാം, മാറ്റി എഴുതുന്നതാണ്. അത് ഇ ഗീവ്സ് ടി ഇ ഡാഷ്, ഇ ഡാഷ് ഗീവ്സ് പ്ലസ് ടി ഇ ഡാഷ് ബാർ എപ്സിലോൺ. നോക്കിയേ, ഇ ഡാഷ് ഗീവ്സ് പ്ലസ് ടി. ഇപ്പോൾ ഇത് എന്താണ്? ലെഫ്റ്റ് റിക്കേർഷൻ എന്തായി എലിമിനേറ്റ് ചെയ്ത് എഴുതിയ പ്രൊഡക്ഷനാണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ സെക്കൻഡ് ടി ഗീവ്സ് ടി ഡാഷ് ടി സ്റ്റാർ എഫ് എന്ന് കൂടെ നോക്കിയേ. അതെങ്ങനെ എഴുതും? ആ ക്വസ്റ്റ്യൻ നോക്കി. ടി ഗീവ്സ്, ആ എക്സ്പ്രഷനാണ് ടി സ്റ്റാർ എഫ് എഫ് എന്നാണ്. ഒന്നുകൂടെ ഞാൻ ആ ഒരു ഫോർമുല എഴുതി തരാം. എ ഗീവ്സ് ബീറ്റ എ ഡാഷ് ഗീവ്സ് ആൽഫ എ ഡാഷ് ബാർ എപ്സിലോൺ. ഫസ്റ്റ് നമുക്കിതിലുള്ള ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കുക. സ്റ്റാർ എഫ് ആണ് നമ്മുടെ എന്ത്? ആൽഫയും, എഫ് ആണ് നമ്മുടെ ബീറ്റ. അപ്പോൾ എന്ത് വരും? ആൽഫ ഈക്വൽ ടു സ്റ്റാർ എഫ്, ബീറ്റ ഈക്വൽ ടു എഫ്. ഓക്കെ അല്ലേ? ഇതിൽ ടി എ എന്ന്, ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എഫ് ടി ആണ്. എ എന്ന് പറയുന്നത് ഇവിടുത്തെ ടി ആണ്, എ ഡാഷ് എന്ന് പറയുന്നത് ടി ഡാഷ് ആയിരിക്കും. ഇതൊക്കെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ ആ ഫസ്റ്റ് റൂൾ എടുക്കുക. എ ഡാഷ് ഗീവ്സ് ബീറ്റ എ ഡാഷ്. ഇതിലോട്ട് ഇത് മാറ്റിക്കുക. എങ്ങനെ എഴുതും? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ആണ്. സോ ടി ഗീവ്സ് ബീറ്റ എന്ന് പറഞ്ഞാൽ എഫ് ആണ്, എഫ് ടി ഡാഷ്. ഓക്കെ അല്ലേ? സെക്കൻഡ് അടുത്ത റൂൾ എന്താ? എ ഡാഷ് ഗീവ്സ് ആൽഫ എ ഡാഷ് ബാർ എപ്സിലോൺ. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഡാഷ്. ടി ഡാഷ് ഗീവ്സ് ആൽഫ എന്ന് പറഞ്ഞാൽ സ്റ്റാർ എഫ്. അപ്പോൾ എങ്ങനെ എഴുതും? സ്റ്റാർ എഫ് ടി ഡാഷ് ബാർ എപ്സിലോൺ. ഇത് രണ്ടുമാണ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ അടുത്ത പ്രൊഡക്ഷൻ എങ്ങനെ വരും? ടി ഗീവ്സ് എഫ് ടി ഡാഷ്, ടി ഡാഷ് ഗീവ്സ് സ്റ്റാർ എഫ് ടി ഡാഷ് ബാർ എപ്സിലോൺ. മനസ്സിലായോ? ഇങ്ങനെയാണ് ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിയോ. ഒരു എക്സ്പ്രഷനാണ് ഇ ഗീവ്സ് ഇ പ്ലസ് ഇ സ്റ്റാർ എ. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? ഇ ഗീവ്സ് ഇ പ്ലസ് ഇ ഒരു പ്രൊഡക്ഷൻ, നെക്സ്റ്റ് ഇ ഗീവ്സ് ഇ സ്റ്റാർ ഇ നെക്സ്റ്റ് പ്രൊഡക്ഷൻ, ഇ ഗീവ്സ് എ. ഈ മൂന്ന് പ്രൊഡക്ഷനിൽ ആർക്കൊക്കെ ലെഫ്റ്റ് റിക്കേർഷൻ? അതായത് സെയിം ആയിട്ട് വരുന്നുണ്ടല്ലോ നോൺ ടേമിൽ. അപ്പോൾ ഇത് രണ്ടുമാണ് ലെഫ്റ്റ് റിക്കേഴ്സ്. ഇത് ചേഞ്ച് ചെയ്യേണ്ട. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം? നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ ആദ്യം നമ്മുടെ റൂൾ എന്തോ പറഞ്ഞാൽ എ ഗീവ്സ് ആൽഫ എ ഡാഷ്, എ ഡാഷ് ഗീവ്സ് ആൽഫ എ ഡാഷ് എപ്സിലോൺ, എ ഗീവ്സ് ബീറ്റ എ ഡാഷ്. ഈ രണ്ട് റൂൾ വെച്ച് മാറ്റണ്ടേ. അപ്പോൾ ആദ്യം ആരൊക്കെ കണ്ടുപിടിക്കണം? ആൽഫ കണ്ടുപിടിക്കണല്ലേ. ഇതിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇ ഗീവ്സ് ഇ പ്ലസ് ഇയിൽ പ്ലസ് ഇ ആണ് എന്ത്? ഇവിടുത്തെ ആൽഫ. ഇവിടെ രണ്ടെണ്ണം സെയിം ആയതുകൊണ്ട് നമുക്കിതിനെ ഒരുമിച്ച് എഴുതാം. അതായത് ഇവിടെ ഇങ്ങനെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ രണ്ടിലും ഈ അല്ലേ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ പ്ലസ് ഇ എന്ന് പറയുന്ന ആൽഫ 1ഉം സ്റ്റാർ ഇ എന്ന് പറയുന്നത് ആൽഫ 2ഉം എ എന്ന് പറയുന്നത് ബീറ്റ ആയിരിക്കും. അപ്പോൾ ആൽഫ 1 എന്താണ്? പ്ലസ് ഇ, ആൽഫ 2 സ്റ്റാർ ഇ, എ എന്ന് പറയുന്നത് ബീറ്റ. അല്ല, ബീറ്റ എന്ന് പറയുന്നത് എ. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ്? ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ച് മാറ്റിയത്. അപ്പോൾ എങ്ങനെ വരും? എ ഗീവ്സ് ബീറ്റ എ ഡാഷ് അല്ലേ ഫസ്റ്റ് വൺ. ഇപ്പോൾ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ആണ്. അപ്പോൾ ഇ ഗീവ്സ് ബീറ്റ എന്താണ്? എ ഇ ഡാഷ് ഫസ്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് എങ്ങനെ വരും? സെക്കൻഡ് എ ഡാഷ് ഗീവ്സ് ആൽഫ എ ഡാഷ് ബാർ എപ്സിലോൺ എന്നാണ്. ഇപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ഡാഷ് ഗീവ്സ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ 1 ഉണ്ട്. ആൽഫ 1ഉം ആൽഫ 2 വരുമ്പോൾ 2 പ്രാവശ്യം വരും. അതായത് റൂൾ ഇങ്ങനെയാവും. എ ഡാഷ് ഗീവ്സ് ആൽഫ 1 എ ഡാഷ് ബാർ ആൽഫ 2 എ ഡാഷ് ബാർ എപ്സിലോൺ. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ആൽഫ 1 എ ഡാഷ് ഇതാണ് പ്ലസ് ഇ എ ഡാഷ് ബാർ ആൽഫ 2 സ്റ്റാർ ഇ എ ഡാഷ് അല്ല ഇ ഡാഷ് ആണ്, സ്റ്റാർ ഇ ഡാഷ് ബാർ എപ്സിലോൺ. മനസ്സിലായോ? ഇതാണ് സെക്കൻഡ് പ്രൊഡക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ലെഫ്റ്റ് റിക്കേർഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ?